2023 തമിഴിലെ വൻ വിജയമായ ചിത്രമാണ് ജയിലർ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ 600 കോടിയോളം കളക്ട് ചെയ്തിരുന്നു. നെൽസൺ ദിലീപ് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ബീസ്റ്റ് എന്ന വിജയ ചിത്രത്തിലൂടെ വൻ തിരിച്ചടി നേരിട്ട നെൽസൺ വൻ തിരിച്ചുവരവാണ് ജയിലറിലൂടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ നെൽസന്റെ അടുത്ത പടം ആരുടെ കൂടെയാണ് എന്ന ചർച്ചകളാണ് ഇപ്പോൾ തമിഴ് ലോകത്ത് നിറയുന്നത്. ജയിലറായി വിരമിച്ച ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ തന്റെ പോലീസുകാരനായ മകനെയും കുടുംബത്തെയും രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. മലയാളത്തിൽ നിന്നും വിനായകനായിരുന്നു ചിത്രത്തിലെ വർമ്മൻ എന്ന വില്ലൻ റോൾ ചെയ്തത്. വിനായകന് വൻ കയ്യടിയാണ് ചിത്രം നൽകിയത്. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലും കന്നഡയിൽ നിന്നും ശിവരാജ് കുമാറും ചിത്രത്തിൽ പ്രധാനപ്പെട്ട ക്യാമിയോ റോളുകളിൽ എത്തിയിരുന്നു. ഇരുവർക്കും വലിയ നേട്ടമായി 2023 ഈ വേഷങ്ങൾ. അതിനൊപ്പം തന്നെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന്റെ പണപ്പെട്ടിയും ഈ ചിത്രം നിറച്ചു. അതിന്റെ ഭാഗമായി നെൽസണും സൂപ്പർ താരം രജനിക്കും അധിക പൈസയും കാറും നിർമ്മാതാക്കൾ സമ്മാനമായി നൽകിയിരുന്നു. രജനീകാന്തിന്റെ സ്ഥിരം സ്റ്റൈലുകൾക്കൊപ്പം നെൽസന്റെ ഡാർക്ക് കോമഡിയും ചേർന്നപ്പോഴാണ് ചിത്രം വൻ വിജയം നേടിയത്. അതേസമയം നെൽസൺ അടുത്തതായി ആർക്കൊപ്പം ചിത്രം ചെയ്യുമെന്നതാണ് ഇപ്പോൾ തമിഴകം ഉറ്റുനോക്കുന്നത്. ജയിലർ വിജയാഘോഷ വേദിയിൽ തന്നെ അടുത്ത ചിത്രത്തിനുള്ള പണികൾ ആരംഭിച്ചു എന്നാണ് നെൽസൺ പറഞ്ഞത്. നയൻതാരയുമായി കോലാമാവ് കോകിലയിൽ തുടങ്ങിയ നെൽസൺ മാജിക് ശിവകാർത്തികേയനുമായി വന്ന ഡോക്ടറിലും ആവർത്തിച്ചിരുന്നു. എന്നാൽ ദളപതി വിജയുമായി ഒന്നിച്ച ബീസ്റ്റിൽ നെൽസന് വിജയം ആവർത്തിക്കാനായില്ല. പിന്നീട് സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി നെൽസൺ ഒന്നിച്ചപ്പോൾ തമിഴ് സിനിമയിൽ പുതിയ ചരിത്രമാണ് രചിക്കപ്പെട്ടത്. ഇപ്പോൾ തമിഴിലെ സൂപ്പർ ഡയറക്ടർമാരിലാണ് നെൽസന്റെ സ്ഥാനം. തമിഴ് സിനിമാ ലോകത്ത് നെൽസൺ അടുത്ത പടം ആരുടെ കൂടെ എന്നുള്ള ചർച്ചകൾക്ക് വിരാമമിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് തമിഴകത്തെ സൂപ്പർ താരമായ ധനുഷിന്റെ 51ാമത്തെ ചിത്രം നെൽസൺ സംവിധാനം ചെയ്യുമെന്നാണ് വിവരം. ധനുഷിന് വേണ്ടിയുള്ള തിരക്കഥ പൂർത്തിയാക്കി ഏൽപ്പിച്ചുവെന്നാണ് വിവരം. ജനുവരിയിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് തമിഴകത്തെ റിപ്പോർട്ടുകൾ. ആക്ഷൻ കോമഡി ജേണറിൽ തന്നെയാണ് ഈ ചിത്രവും ധനുഷിനെ വെച്ച് നെൽസൺ ചെയ്യാനൊരുങ്ങുന്നത്.